Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes. Good morning. എങ്ങനെയുണ്ടായിരുന്നു? വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു മാം. നന്നായി ആഘോഷിക്കാൻ. മാമിനോ? ഞങ്ങൾക്കും നന്നായിട്ടൊക്കെ ആഘോഷിച്ചു. നല്ലതായിരുന്നു. വെക്കേഷൻ സെറമണി എങ്ങനെ ഉണ്ടായിരുന്നു മാം? സൂപ്പറായിരുന്നു. എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? കൊറേ പേര് വന്നിരുന്നു. ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അടിപൊളിയായിരുന്നു എല്ലാം. നിങ്ങളും കുറെ പേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. വന്നവരെയൊക്കെ കുറച്ച് അനീഷ വന്നിരുന്നു. പിന്നെ കുറെ പേരെയൊക്കെ നമുക്ക് എന്താ പറയാ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. കുറെ പേരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ അധികം പേരെ നമുക്ക് പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു. കാരണം 2 ബാച്ചിന്റെ ആണ് ഒരുമിച്ച് നടത്തിയത്. അത് കുറച്ച് സ്ട്രെങ്ത് കൂടുതലുള്ള ബാച്ചാണ് 7th. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താ പറയാ എല്ലാവരും പേഴ്സണലി കാണാനായിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു. എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാനുള്ളതും ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാണാനായിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ഇനിയും നിങ്ങൾക്കൊക്കെ ഇനിയും അവസരം ഉണ്ടല്ലോ അല്ലെ വരാനായിട്ട്, അല്ലേ? ശരി, കണ്ടു. വളരെ ആദ്യം കുറെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അധികം സംസാരിക്കാൻ നമുക്ക് സമയവും കിട്ടിയില്ല. നമുക്കറിയാം ഒരു പ്രോഗ്രാം നടക്കുമ്പോ ആ പ്രോഗ്രാമിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് അധികം സമയം കിട്ടൂല. വലിയ ഒരു ഫംഗ്ഷൻ ആയിരുന്നല്ല, ചെറുതൊന്നും അല്ലാന്ന് നമുക്ക് കണ്ടപ്പോ വന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. അത്ര എളുപ്പം എന്താ പറയാ നമ്മള് എത്ര മാനേജ് ചെയ്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും എന്താ പറയാ ഒരു അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പല കാര്യങ്ങൾക്കും. അപ്പൊ അങ്ങനെ കുറെ എന്താ പറയാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോ ആളുകൾക്കോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും നമുക്ക്, അല്ലെ? നമുക്ക് അതൊക്കെ ഉണ്ടാവും. അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ എത്ര നന്നായി കോർഡിനേറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൂടി ഫേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്നും ഓർക്കുള്ളൂ. എല്ലാം സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് എല്ലാം ഓർത്തൊന്നുമല്ല. ആസ് യൂഷ്വൽ അങ്ങനെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ, അല്ലെ? ഇടയ്ക്ക് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. നമ്മളുടെ മനസ്സിലത് ഓർത്ത് വെക്കാനും പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ആയിക്കോട്ടെ, എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടൊക്കെ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് പേരെയൊക്കെ കണ്ടപ്പോ ഒരു ഭയങ്കര എന്താ പറയാ ഒരു വലിയ നമ്മളിങ്ങനെ കുറെ നാളുകളായിട്ട് എന്താ പറയാ അകന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളെ പെട്ടെന്ന് കാണുമ്പോ അല്ലെ അടുത്ത് കണ്ടപ്പോ ഉണ്ടാകുന്ന ഒരു പ്രതീതിയായിരുന്നു എല്ലാവരെയും കൂടി കണ്ടപ്പോ, എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോ. കാരണം നമുക്ക് എത്രയോ വലിയ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ദൂരെ ആയിരുന്നിട്ട് നമ്മൾ കുറെ നാളത്തെ കാണില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു നിങ്ങളെയൊക്കെ കണ്ടപ്പോ. അതാണ് എനിക്ക് തോന്നിയ എന്റെ ഒരു ഫീലിംഗ് ആട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ബോണ്ടിങ് നമ്മൾ ഈ ഒരു ഇത്രയും നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 6 മാസക്കാലം നമ്മള് ക്ലാസ്സുകളിൽ കാര്യം ശരിയാണ്, നമ്മൾ മുഖം കാണുന്നില്ല എങ്കിലും വീണ്ടും കാണാൻ തോന്നുന്നു. നിഷ, താങ്ക് യു. വീണ്ടും വരാമല്ലോ. നിങ്ങൾക്ക് PGD ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ അത്രയും മാസക്കാലം നമ്മള് ഇങ്ങനെ നിങ്ങളെ അവിടെ ഉണ്ട്. നമ്മുടെ ഒരു വിശ്വാസമാണ് നിങ്ങൾ അവിടെ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? നിങ്ങളുടെ എന്താ പറയാ പഠനത്തിലൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം പ്രകടമാക്കുന്നത് എക്സാം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ലെ? അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരു നല്ല സന്തോഷമൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആരൊക്കെയാണ് നിങ്ങൾ എന്ന് ദൂരങ്ങളിലാണ്, പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ഒരു ബോണ്ടിങ് നമുക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലായത്. അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കണ്ടപ്പോ ആ ഒരു
ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് യൂഷ്വലി ഉണ്ടായിരുന്നത്. എന്റെ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അവര് ഇങ്ങനെ അടുത്ത് വന്നപ്പോ വലിയ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഇതൊക്കെ കിട്ടി ഞങ്ങൾക്ക് എന്നാണ്. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നിങ്ങൾക്ക് വീഡിയോസിലൂടെയും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അവിടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ വന്നവർക്ക് എന്താ പറയാ, വരാതെ സന്തോഷമായിരുന്നു നിശ്ചയിക്കൊക്കെ. ഓക്കെ. വരാതിരുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് PG കഴിയുമ്പോൾ വരാമെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആണ് വരാനുള്ള. അടുത്ത പ്രാവശ്യം എന്തായാലും പോണം. എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് അവിടെ എത്തണം, എത്തി ചെന്ന് മീറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അതൊക്കെയാണ് സന്തോഷം. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അപ്പൊ ഇത്ര ദൂരെ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പാരന്റ്സ് വരെയും പറഞ്ഞിട്ടോ, നിഷ മാമിന്റെ സൗണ്ടൊക്കെ എവിടെ അകത്തിരുന്നിട്ട് അവര് കേൾക്കുമ്പോ നിഷ മാം ആണോ ക്ലാസ് എടുക്കുന്നേ എന്ന് ചോദിക്കുമെന്ന് ഒരുപാട് പാരന്റ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു. 2 പേരുടെ പാരന്റ്സും അതുപോലെ തന്നെ കുട്ടികളും പറയുമ്പോൾ അത് നിഷ മാമിന്റെ ക്ലാസ് ആണല്ലോ, സൗണ്ടിൽ എന്നെ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വന്നിട്ടില്ലേ നമ്മളെ പ്രോഗ്രാമിന് വേണ്ടി. താങ്ക്സ് നിഷ. അപ്പൊ ഇല്ലേ പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോഴില്ലേ ഓരോരുത്തർ പറയാ ചിലപ്പോ നമ്മളെ കാണുമ്പോ മനസ്സിലാവൂല. അതായത് കുറെ പേര് അങ്ങനെയല്ലോ പറഞ്ഞു, നമ്മളുടെ എന്താ പറയാ ടീച്ചറെ കാണുന്ന പോലെയല്ല, നമ്മുടെ ഈ ഇത്രയും സ്ക്രീനിൽ കാണുമ്പോ എന്താ പറയാ ഭയങ്കര ബൾക്കിയാണ്, അതുപോലെ തന്നെ എന്താ പറയാ വേറെ ഒരു ഇത്തിരി ഇതൊക്കെ ആയിട്ടുള്ള ആളാണെന്നൊക്കെയാണ് വിചാരിക്കാന്ന്. പക്ഷെ നേരിട്ട് കാണുമ്പോ അതുപോലെ അല്ലാന്നാണ് അവര് പറഞ്ഞത് അല്ലെ. കുറെ പേരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ? പറയും നിങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. എന്നോട് 2-3 പേരും കുറച്ചു പേരൊക്കെ പറഞ്ഞു അങ്ങനെ വന്നിട്ട്. സുന്ദരിയാണ്. താങ്ക് യു. അതെ, നേരിട്ട് കാണുമ്പോൾ സുന്ദരിയാണ്. എന്താ പറയാ പൊട്ടൊക്കെ ഇട്ടിരിക്കുമ്പോ നമുക്ക് അത്രയും അതുകൊണ്ട് എന്താ പറയാ നമ്മള് എങ്ങനെയാ നിങ്ങൾ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെയാ നമ്മളെ കാണുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അറിയില്ലല്ലോ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി സന്തോഷമൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഫീഡ്ബാക്ക് ഒക്കെ. പക്ഷെ പറയാൻ ചിലർക്കൊന്നും സമയം കിട്ടിയില്ല, കുറച്ച് തിക്കും തിരക്കൊക്കെ വന്നു അല്ലെ. അതുകൊണ്ടായിരിക്കാം അവിടെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കുറെ പേര് നമ്മളോട് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോ സന്തോഷം കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു നല്ല ഒരു അനുഭവമാണ്. കാരണം കുറെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ വന്ന് നമ്മളോട്. ഇപ്പൊ ഒരു ടീച്ചറാകുമ്പോ നമുക്കറിയാം അടുത്തുള്ള കുട്ടികളൊക്കെയാണ് സ്കൂളുകളിൽ പഠിക്കാൻ വരിക അല്ലെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോളേജിലാണെങ്കിലും അങ്ങനെയാകുമ്പോഴും അത്രയധികം ദൂരത്തിലല്ലെങ്കിലും അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലും കോളേജസിലാണെങ്കിലും കുട്ടികൾ പഠിക്കാൻ വരും. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ കാണുന്നതും നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ നമ്മൾ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതില് ഐ എം സോ പ്രൗഡ്. അതിന് എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. കാരണം ഇത്രയും നാളുകളായിട്ട് ടീച്ചിങ് എന്റെ ഒരു എന്താ പറയാ പാഷൻ തന്നെയാണ്. എന്റെ ഒരു എനിക്ക് പറയാ എന്താ പറയാ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വീട്ടിലുമാണെങ്കിലും ഞാൻ ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ അറിയില്ല, എന്തൊക്കെയാണോ പഠിപ്പിക്കാൻ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് മറ്റുള്ളവർക്കത് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കും എങ്ങനെ വന്നാലും. അതെന്റെ ഒരു എന്താ അറിയില്ല. കാരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന കോഴ്സ് ഒക്കെ പഠിക്കണം എന്നുള്ളതൊന്നും ഇല്ല. ഒരാൾക്ക് അതിന്റെ ഒരു എന്താ പറയാ എന്തെങ്കിലും ചെറിയ ഒരു നമ്മൾ പറയില്ലേ അത് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന ഒരു കഴിവെന്നൊക്കെ പറയില്ലേ. ചില കാര്യങ്ങളിലേക്ക് പിള്ളേര് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു അല്ലെ, വായിക്കുന്നു. അവർക്ക് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട് എന്ന് പാരന്റ്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് പുറത്തേക്ക് അത് മുഴുവൻ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പാരന്റ്സ് ശ്രമിക്കും. പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടിയായിരുന്നപ്പോ അത്രയൊക്കെ മോട്ടിവേഷൻ അത്രയൊക്കെ പുറത്തേക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് അന്നത്തെ പാരന്റ്സിന് അങ്ങനെയുള്ള ഒരു എന്താ പറയുക കേപ്പബിലിറ്റി ചിലപ്പോൾ ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അല്ലെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ എന്തെങ്കിലും അവര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്ന കുട്ടിക്ക് എന്റെ മോൻ അല്ലെങ്കിൽ മോൾക്ക് ഇന്നൊരു കഴിവുണ്ട്, അപ്പൊ നമുക്ക് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ നിന്ന് തുടങ്ങും. അതിനെ കൊണ്ടുപോയി പാട്ട് പാടാവുന്ന മുഴുവൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ, നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കാൻ ചേർക്കും അല്ലെ. 2 താളം ചവിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുപോയി ഡാൻസും ചേർക്കും അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇന്നത്തെ പാരന്റ്സിന് അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിനുള്ള ബുദ്ധിയും ബോധവും അല്ലെ അങ്ങനെ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകള് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയാകണം
നമ്മളെല്ലാവരും ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. അല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയ അതുപോലത്തെ എന്തെങ്കിലും ഒരു കഴിവായിരിക്കണം എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി എല്ലാവരെയും, അതുപോലെ ഡിഗ്രിയും ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതും അതൊക്കെ എന്റെ ഒരു ഹോബി എന്ന് തന്നെ പറയാം. ഹോബി എന്ന് വെച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും ചോദിക്കപ്പോ വേറെ ജോലിക്ക് ശ്രമിക്കുന്നില്ലേ, എന്തുകൊണ്ട്? പക്ഷെ എന്തുകൊണ്ട് ഇതൊരു ജോലി എന്നതിനേക്കാൾ ഉപരി ഞാൻ അതിനെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, കാരണം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അല്ലെ? ആലോചിച്ച് നോക്കിയേ. അപ്ഡേറ്റ് ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ മാത്രം ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിലൊക്കെ ട്രൈ ചെയ്യാൻ എന്റെ, കോളേജിൽ നോക്കാൻ എന്റെ, അങ്ങനെ എന്റെ, ഇങ്ങനെ എന്റെ, പല ആളുകളും നമ്മളോട് അങ്ങനെ ചോദിക്കുന്നു. അല്ലെ? അത് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുമ്പോ നമുക്കതൊരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് തരും. പക്ഷെ നമ്മൾ അതിൽ ആ അത്ര നെഗറ്റിവിറ്റിയിൽ വീഴാതിരുന്നാൽ മാത്രം മതി. അത് നമ്മൾ ചിന്തിക്കേണ്ട. എന്റെ ഒരു കഴിവ് അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടം, എന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെ? അപ്പൊ അതും പഠിച്ചെടുക്കണം. നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആ അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കുക. അപ്പൊ നമ്മളുടെ അറിവ് എന്ത് ചെയ്യും? വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചറായിട്ട് നമ്മളെ നിയമിക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ? ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മാത്രം, അപ്പൊ ഇംഗ്ലീഷ് മാത്രം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പല മേഖലകളും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ബേസിക് സയൻസ് ഉണ്ട്. അതുപോലെ കോളേജസ് ആണെങ്കിൽ ഇപ്പൊ ഡിഗ്രിയിലാണെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റുകൾ, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, സയൻസ് വിഷയങ്ങളിലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നിലുണ്ട്. അപ്പൊ ഇതിലൊക്കെ കൂടുതൽ എന്താ പറയാ അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്, പുതിയ പുതിയ ടെക്നിക്സും ഒക്കെ നമുക്ക് മാറി വരുന്നതൊക്കെ അറിയാനും ഒക്കെ ഒരു അവസരം ഇങ്ങനെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാതെയും ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഞാനത് ഐ എം ലവിങ് ഇറ്റ്. ഞാനത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആണ് ഞാനത് ചെയ്ത് തീർക്കുന്നത്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് അത് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങളെ കണ്ട ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടൊന്നും ഇല്ലാട്ടാ. അപ്പൊ അതങ്ങനെ തന്നെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഇനിയും വീണ്ടും കൂടുതൽ ആളുകളെ നമ്മള് എന്താ പറയാ അടുത്ത മീറ്റിംഗിൽ, ഇതുപോലെയുള്ള ആ ഒരു മീറ്റിംഗ് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. ഓക്കെ, കാണണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ PG ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും PG ഒന്നും അധികം ദീർഘകാല കോഴ്സ് അല്ലല്ലോ. അതന്നെ അധികം താമസിയാതെ മെയ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും, ജൂണൊക്കെ ആവുമ്പോഴേക്കും അപ്പൊ താങ്ക് യു നിഷ. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം തീരും. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു അവസരം കിട്ടും. അപ്പൊ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നമ്മളോട് പറയാട്ടാ. എന്ത് വേണമെങ്കിലും. എങ്ങനെ ഉണ്ടായിരുന്നു നിഷ ഒന്ന് പറയാമോ ഇവരോട്? ആരൊക്കെ വന്നിരുന്നു? നിഷ വന്നു, പിന്നെ ആര് വന്നു? നിഷ വന്നു, പിന്നെ ആരാ വന്നത്? ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. നൗദ വന്നു, പിന്നെ രണ്ടുപേരെ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ഉള്ളവരില് ഇന്ന് സ്റ്റുഡൻസ് കുറവാണ്. 27 പേരേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇന്ന് ആളുകൾ കുറവായിരിക്കും എന്ന്. കാരണം നമുക്കറിയാം വിഷുവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മുടെ വീടുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലര് ഓൺ ഹൗസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റുഡൻസ് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ കാരുണ്യ വന്നിരുന്നോ? കാരുണ്യ വന്നോ? ഇല്ലല്ലോ. രണ്ടുപേരാണ്. വന്നില്ല. ഓക്കെ, അപ്പൊ നിഷയും നൗദയുമാണ് വന്നത്. ഓക്കെ, നിഷ എന്തെങ്കിലും ഒന്ന് പറയാമോ ഇന്ന് നമ്മുടെ ഇവിടെ വന്നതിനെ കുറിച്ച്? എന്തെങ്കിലും ഒന്ന് രണ്ട് സെന്റൻസ് ഒന്ന് പറയാമോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, ഒന്ന് പറയോ? യെസ് മാം, സൂപ്പറായിരുന്നു. മെയിനായിട്ട് പറയുമ്പോഴേ നമ്മളെല്ലാവരും ആദ്യമായിട്ടല്ലേ കാണുന്നേ. പക്ഷേ നമ്മൾ ഫാമിലിയുള്ള അവരെ കാണുന്ന പോലെ ഓരോരുത്തർ വരുമ്പോഴും, പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലുണ്ടായപ്പോൾ ഓരോരുത്തരെ പിക്ക് വിട്ട് അങ്ങനെ ചെറുതായിട്ടൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുമ്പോഴേ നമ്മൾ അവരാണല്ലോ എന്നുള്ളൊരു ഇത് കിട്ടിയിരുന്നു. പക്ഷെ ചിലർക്കൊന്നും നമ്മൾ പേര് കൊണ്ട് മാത്രമേ അറിയത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോഴങ്ങനെ പേര് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ മിസ്സുമാരെ കണ്ടപ്പോഴായാലും എങ്ങനെയാണ് അത് പറയണമെന്നുള്ള കഴിയില്ല. പിന്നെ മെയിനായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല നല്ലോണം. നിങ്ങൾക്കായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായാലും ആരെയും നല്ലോണം നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും വരണം എന്തായാലും. വരണമെന്നാണ് ആഗ്രഹം അല്ലേ? ശരിയാണ്, ഇനിയും വരണം.
ലൗദ അവിടെ പോയി? ലൗദ പറയാമോ? ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ടായിരുന്നില്ല, എനിക്ക് 100% ഉള്ളതുകൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അങ്ങനെ വന്നതാണ്. പിന്നെ എന്റെ പാരന്റ്സ് നിർബന്ധിച്ചോണ്ട് ഞാൻ വന്നപ്പോ എന്നോട് വീഡിയോസ് ഒക്കെ കാണിച്ചപ്പോ അവർ പറഞ്ഞു എനിക്കിപ്പോ തോന്നുന്നില്ലേ പോയത് നന്നായിരുന്നു തോന്നില്ലേ എന്ന് വെച്ചു. സത്യം പറഞ്ഞാല് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് ഇത്രയും വാല്യൂ നമുക്കത് ഫീൽ ചെയ്തത് അവിടെ വന്നപ്പോ. ശരിക്കും അത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ ആരുടെ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഇത് ഷെയർ ചെയ്ത പലരും, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്ത പലരും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് കൂടെ വരായിരുന്നു, ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെയാന്ന്. പിന്നെ കാണാത്തവരെ കാണുന്ന, അതായത് ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അതൊരു വേറെ തന്നെ ഒരു, നമ്മൾ പഠിച്ചു കൂടെയുള്ള ആൾക്കാരാണ് അപ്പോഴല്ലേ നമ്മൾ കാണുന്നത്, കണ്ടറിയുന്നത്. എന്തായാലും നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ നമ്മൾ കോഴ്സിന്റെ ഒരു ഇത്തിരി കൂടി ഹൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തോടെ വന്നു കഴിഞ്ഞപ്പോ. ശരിക്കും അത് നിങ്ങളെ ഫുൾ ടീം എന്തായാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് നിങ്ങൾ ചെയ്തു തന്നത്. പഠിപ്പിക്കുന്നതും സർട്ടിഫിക്കറ്റ് തരുന്നത്, അതിലപ്പുറത്തേക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ് ഞങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്നും. ഞങ്ങളെ തന്നെ ഒരു സെൽഫ് ഒന്ന് പൊന്തി തോന്നുന്നത് നിങ്ങളെ കാണിച്ചു തന്നതിന് താങ്ക്സ്. Okay, thank you Lauda and Nisha for sharing your good words. അപ്പൊ കണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ നമ്മളുടെ വക ഒരു അഭിനന്ദനങ്ങൾ. കേട്ടല്ലോ പറഞ്ഞത് നിങ്ങൾ, അതായത് നമ്മള് ആ ഒരു ചെയ്ത നിങ്ങളുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ട് ഇഷ്ടം പോലെയുണ്ട്, നിങ്ങളുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ ആയിട്ട് നിങ്ങൾ വന്ന് ഇതൊക്കെ വാങ്ങിച്ച് അതിനെയൊക്കെ നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സർട്ടിഫിക്കറ്റ് അല്ലേ, അതൊക്കെ നമുക്കിപ്പോ പോസ്റ്റിലായാലും നമുക്ക് അയച്ചു തരും എന്നൊക്കെ ചിന്തിക്കും അല്ലെ. പക്ഷെ അതിങ്ങനെ വന്നിട്ട് അത് വാങ്ങിക്കുന്ന അത്രയും വലിയൊരു ഇവന്റില് അതിങ്ങനെ വാങ്ങുന്നതും അല്ലെ, എന്താ പറയാ, അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു മെമ്മറബിൾ മൊമെന്റ് തന്നെയാണ്. നമുക്കതൊന്നും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പഠിപ്പിച്ചവരെയൊക്കെ ഒരു നോക്ക് കാണണം നേരിട്ട് അല്ലെ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുട്ടികളൊക്കെ. പക്ഷെ ഈ കുറെ ഞാൻ പറഞ്ഞല്ലോ 2 ബാച്ചിന്റെ ആയതുകൊണ്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള, ഹാൻഡ് ഓവർ ചെയ്യാനുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സമയം നമ്മളുടെ ഒപ്പം കുട്ടികൾ ഉണ്ടാവണം എന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു. പിന്നെ നിങ്ങളൊക്കെ ഒത്തിരി ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നത് കൊണ്ട് എല്ലാവർക്കും ചിലപ്പോ കറക്റ്റ് സമയത്തിനൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറച്ചു പേരെ ഒട്ടും തന്നെ കാണാൻ പറ്റാതെ, നേരത്തെ വന്നിരുന്നവരെയൊക്കെ കുറച്ചൊക്കെ വന്ന് പരിചയപ്പെടാനൊക്കെ പറ്റി, കണ്ടു, കുറച്ചു നേരമൊക്കെ സംസാരിച്ചു, അവര് ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെയൊക്കെ പോയി. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്നവര് നമുക്കറിയാം, ഇത്രയും ദൂരെ നിന്നൊക്കെ വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോ മാത്രമാണ് അങ്ങനെയുള്ളവരെ ഒന്നും തന്നെ കാണാൻ പറ്റാതിരുന്നത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ബാക്കിയുള്ളവരും അടുത്ത ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത സമയത്ത് PG ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ആണ് ബാക്കിയുള്ളവർ വരാതിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആകുമ്പോഴും വരിക. ഇപ്പൊ കണ്ടില്ലേ, ലൗദയുടെ പാരന്റ്സ് നിർബന്ധിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ വന്ന് കണ്ടപ്പോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു വന്നത്, ഒട്ടും തന്നെ കുറഞ്ഞു പോയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇവിടെ വരെ ദൂരം വരെ വന്നിട്ട് എന്തുണ്ടായി അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് പോയില്ല. കാരണം പാരന്റ്സിനെ ചോദിച്ചത്, കാരണം അവർക്ക് അത്രയും അതിനെ കുറിച്ച് അത്രയും ബോധ്യമുണ്ട്. അതൊരു നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. ആ ഫീലിങ്സ് നമ്മള്, അതിനാണ് ഞാനത് ഷെയർ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളോട്. നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ്, മനസ്സിലാവും. അത് തന്നെ എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്നാണ് നിഷ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ വന്നാലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും 6 മാസം ഇരുന്ന് പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല. ഇത്രയും മാസം ഇരുന്ന് പഠിപ്പിച്ചിട്ട് ഇവരെയൊക്കെ ഒന്ന് മുഖമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു താല്പര്യമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താ പറയാ, ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അധികം ഒന്നും ഇല്ല, നമുക്ക് PGയിൽ പഠിക്കാനായിട്ട് അറിയാലോ. അപ്പൊ കുറച്ച് സിലബസ് ഒക്കെ നിങ്ങൾക്ക് തന്നപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, തീരുമാനിക്കുക, ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അതിനുള്ള ആക്ഷൻസ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ വൺസ് അഗൈൻ വിഷു ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈസ്റ്റർ ആണ്. അപ്പൊ ഈസ്റ്ററിലേക്കുള്ള ആശംസകൾ തന്നെ നേരുണ്ട്. അതിനുള്ള ഒരുക്കമൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ക്ലാസ്സുകളിൽ കുറച്ച് കൂടുതൽ കുട്ടികളെ കാണാത്തത് കേട്ടോ. കുഴപ്പമില്ല, റെക്കോർഡഡ് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ, നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ ഉണ്ടാവില്ല എന്ന്. അപ്പൊ നാളെ ഇത്രയും കൂടി പേരുണ്ടാവാൻ വഴിയില്ല.
അത് എന്തെങ്കിലും ആവട്ടെ. പക്ഷെ നിങ്ങൾ അത് കാരണം ഞങ്ങൾ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ 2 ദിവസത്തേക്കൊക്കെ വളരെ കുറച്ച്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്നതിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഇരുന്നത്. ഓക്കെ, കുറച്ച് എടുക്കുന്നുള്ളൂ. ചിലപ്പോ അറ്റ്ലീസ്റ്റ് ഒരു പേജ് ഒക്കെ തന്നെ എടുക്കുള്ളൂ. ബിക്കോസ് കുറച്ച് ആളുകളൊക്കെ തിരക്കിലും അവരവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പിന്നെ കുട്ടികളുണ്ടായിരിക്കും, ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒട്ടും ക്ലാസ് ചെയ്യാന്ന് വേണ്ട, അപ്പൊ കുറച്ചാണെങ്കിലും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഗുഡ് ചോയ്സ്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം, അതിന് വേണ്ട ചില ക്വാളിറ്റീസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുവരെയുള്ളത് അണ്ടർലൈൻ ഒക്കെ ചെയ്തല്ലോ അല്ലെ. ഇനി വീണ്ടും പറയാണ്, റയർ ആയിട്ടുള്ള ഇവന്റുകൾ, റയർ ഇവന്റ്സ് ഓർ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റയർ ഇവന്റുകൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്റ്റ്, സ്പൊറാഡിക് അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഇവന്റുകൾ. ഇങ്ങനെയുള്ള ഇവന്റുകൾ വിച്ച് ആർ ദേ ആർ നോട്ട് അപ്രോപ്രിയേറ്റ് ടോപ്പിക് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അത്ര സ്യൂട്ടബിൾ അല്ല, അത്ര അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളത് അതായത് റയർ ഇവന്റുകളായിട്ട് എങ്ങനെയുള്ളതാണത്, കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലിനിക്കൽ കേസസ്, അതുപോലെ തന്നെ സ്പൊറാഡിക് അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കില്ലേ ഇങ്ങനെ, അതായത് ഫ്രീക്വന്റ് ആയിട്ട് പ്രതികൂലമായിട്ട് അഡ്വേഴ്സ് ആയിട്ട് ഇഫക്ട് ചെയ്യുന്ന ഇവന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊന്നും ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി ചൂസ് ചെയ്യാൻ പാടില്ല. അതിന് എന്താന്ന് പറയാമോ, അതിന് കുറച്ച് കൂടുതൽ മെത്തഡോളജീസ് അപ്ലൈ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അത്തരം ഓഡിറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, അത്തരം ഇവന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അനലൈസ്ഡ് വിത്ത് മോർ അഡക്വേറ്റ് മെത്തഡോളജീസ്. കൂടുതൽ മെത്തഡോളജീസ് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് അനലൈസ് ചെയ്തായിരിക്കണം അത്തരം ക്ലിനിക്കൽ ഇവന്റുകൾ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അതിന്റെ റൂട്ട് കേസ് അനാലിസിസ് നടത്തേണ്ടി വരും. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അത്തരം റയർ ഇവന്റ്, ഹൗ ഇറ്റ് കോസ്ഡ്, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അതിന്റെ റൂട്ടിൽ നിന്ന് തുടങ്ങിയ പഠനങ്ങൾ നടത്തേണ്ടി വരും. അതിനുള്ള മെത്തഡോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കണം അത്തരം കോംപ്ലക്സ് ക്ലിനിക്കൽ കേസസ് ഷുഡ് ബി മെയ്ഡ് ഓർ കണ്ടക്ടഡ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. അതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് തെരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിഫൈൻഡ്. ആ ക്ലിനിക്കൽ ഓഡിറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഓഡിറ്റ് മെത്തഡോളജി ക്യാൻ ബി ചൂസൺ ആൻഡ് ഓൾസോ ഡിസൈഡ്. നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് ആ ഓഡിറ്റിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, ഏത് തരത്തിലുള്ള ഓഡിറ്റ് ആണ് നമ്മൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പിക് സെലക്ട് ചെയ്താൽ ജസ്റ്റ് അപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് അത് ഏതാണ് ആ ഒരു ഓഡിറ്റ്, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം അത് ഏത് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യണം, ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് മെത്തേഡാണ് അതിനുവേണ്ടി ഡിസൈൻ ചെയ്യേണ്ടത് ഇതുകൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അഡ്വേഴ്സ് ഇവന്റുകൾ, അതായത് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഇവന്റുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. റയർ ഇവന്റുകളൊക്കെ അപ്രോപ്രിയേറ്റ് അല്ല ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ. ബിക്കോസ് അതിന് റൂട്ട് കേസ് അനാലിസിസ് നടത്തേണ്ടി വരും. അപ്പൊ റൂട്ടിൽ നിന്ന് തുടങ്ങി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ഓഡിറ്റിന് വേണ്ടി അപ്രോപ്രിയേറ്റ് അല്ല, സൂട്ടബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ആ ഒരു വൺസ് ദ ടോപ്പിക് ഹാസ് ബീൻ സെലക്ടഡ് എന്നുള്ള ആ ഒരു സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം, അണ്ടർലൈൻ ചെയ്തേക്കാം. വൺസ് ദ ടോപ്പിക് ഹാസ് ബീൻ സെലക്ടഡ് എന്ന് പറയുന്ന സെന്റൻസ്. ഇനി what is the purpose of making an audit? ഓഡിറ്റ് നടത്തുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ, എന്താണ് ഓഡിറ്റിന്റെ ഗോൾ, എയിം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊസീജിയേഴ്സ് ഓർ പ്രോസസ്. അതായത് ഇപ്പൊ ഓഡിറ്റ് നടത്തിയാൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള അസസ്മെന്റുകൾ, കണക്കെടുപ്പുകൾ നടത്തുമ്പോഴാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനകത്ത് എന്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്ത് പുതിയ മാറ്റങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പൊ എന്താണ് ഓഡിറ്റിന്റെ എയിം എന്ന് പറയുന്നത്? The aim or the goal of audit project is the introduction of new process. പുതിയ പ്രോസസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ ലബോറട്ടറി പ്രോട്ടോകോൾസ്, അതായത് ലാബിലെ പുതിയ നിയമങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ, സർജറീസ് ഒക്കെ നടത്തുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മറ്റു തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലുള്ളത് ഫോളോ ചെയ്യണം. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതുമകൾ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺലി അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഓഡിറ്റ്. ഓഡിറ്റിന്റെ ബേസിസിൽ മാത്രമേ
ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായോ? അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു മാത്രം. ഏത് ഡിപ്പാർട്ട്മെന്റുകളിലായാലും ഓഡിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോസസ്സസ്, പുതിയ പുതിയ പ്രോസസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിന്റെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ലാബിലൊക്കെ ആണെങ്കിൽ ലാബിൽ പുതിയ പ്രോട്ടോകോൾസ്, സർജറി പ്രൊസീജിയേഴ്സ് അതൊക്കെ എങ്ങനെ നടത്താം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസിൽ എന്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം, നിലവിലുള്ള ഈ പറയുന്ന ഏത് രീതിയിലും എന്ത് മാറ്റം നമുക്ക് കൊണ്ടുവരാം. ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഓഡിറ്റ്. ഓഡിറ്റിന്റെ ആ ഒരു ബേസിസിലാണ് നമ്മൾ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഓഡിറ്റിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. ഗോൾ ഓഫ് ഓഡിറ്റ് might involve the introduction of new process and also the enhancement of existing strategies. നിലവിലുള്ള സ്ട്രാറ്റജീസിനെ ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, മാത്രമല്ല പുതിയ പുതിയ എന്താ പറയാ പ്രോസസ്സുകൾ ഓരോ മേഖലകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഓഡിറ്റിന്റെ ഗോൾ എന്ന് പറയുന്നത്. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേക്കുക. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലിനിക്കൽ ഓഡിറ്റ്, ഇപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് അത് ഹോസ്പിറ്റൽസിൽ ഏതൊക്കെ മേഖലകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കോർഡിംഗ് ടു ലാബ് സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും വൺസ് ഇൻ എ ഇയർ ചെയ്തിരിക്കണം, ഓഡിറ്റ് നടത്തിയിരിക്കണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഏത് മേഖലകളിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും, നമ്മളിവിടെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയുന്നു, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും they should clearly declare the resources which can support the project management. അതായത് ആ ഒരു ഓഡിറ്റിങ്ങിന് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെ വിഭവങ്ങൾ നമ്മുടെ ഓഡിറ്റിന് നടത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഓഡിറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയിട്ട് എന്താ പറയാ അസസ്മെന്റ് നടത്തുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കയറുന്നു, അവിടെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അതിന്റെ കണക്കെടുപ്പ് നടത്തുന്നു, അതെല്ലാം കൃത്യമായിട്ടാണോ അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നമ്മൾ ഓടിച്ചാടി പുറപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ അതിനു മുമ്പ് വാട്ട് എവർ റിസോഴ്സസ് അവൈലബിൾ ഷുഡ് ബി, അതായത് നമ്മുടെ ഈ ഓഡിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് അവിടെ അവൈലബിൾ ആണ് ആ ഒരു കാര്യം അവർ നേരത്തെ കൂടി ഡിക്ലെയർ ചെയ്യണം. അതിന് ഉദാഹരണം പറയുന്നുണ്ട്, സച്ചാസ് ഏതൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് നോക്കണം. ഡാറ്റ, അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഡാറ്റ കളക്ഷൻ അത് ഹാർഡ്വെയർ ആയിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് ഏത് രീതിയിലായാലും, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നമുക്കറിയാലോ അല്ലെ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ആകാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ആണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റ. അപ്പൊ ഇതൊക്കെ അവൈലബിൾ ആണോ, അതിന് വേണ്ട റിസോഴ്സസ് അവിടെ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കണം. ക്ലിയർലി നമ്മളത് ആദ്യം തന്നെ മനസ്സിലാക്കണം ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ. മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ബിഫോർ ബിഗിനിങ് എ ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷൻ ഷുഡ് ക്ലിയർലി ഡിക്ലെയർ ദ റിസോഴ്സസ് അലോക്കേറ്റഡ് ടു സപ്പോർട്ട് ദ പ്രോജക്ട് മാനേജ്മെന്റ്. അതാ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ത് റിസോഴ്സസ് ആണ്? ഡാറ്റ കളക്ഷൻ തന്നെയാണ്. നമുക്ക് വേണ്ട ഡാറ്റ ഉണ്ടോ, ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസസ് ചെയ്യാനായിട്ടുള്ള ഡാറ്റാസ് അവിടെ ഉണ്ടോ, അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അത് ഹാർഡ്വെയർ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ എന്തുണ്ടോ നോക്കണം, ക്ലിനിക്കൽ സ്റ്റാഫ്, ഇവരെ എന്താ പറയാ ഇവർക്ക് അതിനുവേണ്ട ട്രെയിനിങ്, ആർക്ക് നമ്മുടെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഗിവൻ പ്രോപ്പർ ട്രെയിനിങ്. അതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഓർ ക്ലിനിക്കൽ ഓഡിറ്റ് ടെക്നിക്സ്. അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകൾ, പിന്നെ എന്താ പറയാ ഡാറ്റ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങള്, അവര് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി എന്തിനു മുമ്പ് ക്ലിനിക്കൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അത് തുടങ്ങിയിട്ടല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകണ്ടേ, തുടങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം നമ്മൾ അറേഞ്ച്മെന്റുകൾ നടത്തണം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. ബിഫോർ ബിഗിനിങ് എ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങി ആ ഡാറ്റ മാനേജ്മെന്റ് വരെ. ഓക്കെ, അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് സച്ച് ആസ് ഡാറ്റ കളക്ഷൻ, ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ക്ലിനിക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റാഫ്, പിന്നെ പോരാതെ ഡാറ്റ മാനേജ് ചെയ്യുന്ന മറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്ത് നോക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബിഗിൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം.
ഓക്കെ ആണല്ലോ? ഇനി ഇഫ് യു ആർ കൺസിഡറിങ് ദ ഓഡിറ്റ് ടീം, ഇനി ഓഡിറ്റിന് വേണ്ടി നമ്മൾ എന്താ പറയാ ഒരു ടീം എന്തായാലും ഇരിക്കണം. ഒരു നമ്മൾ പറഞ്ഞു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഒരു ടീമായിട്ടാണ്, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആണ്. അക്കൗണ്ടുകളുടെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിസോഴ്സസുകളെ തമ്മിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഇതിന് ഒരു എന്താ പറയുക ഒരു ബോഡി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് സെലക്ഷൻ ഓർ ടീം ആയിരിക്കും. എന്താ കസ്റ്റമൈസ്ഡ് എന്ന് പറയാൻ കാരണം, കസ്റ്റമൈസ്ഡ് എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ഇപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച്. ദാറ്റ് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് കസ്റ്റമൈസ്ഡ്. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലെ. പല എന്താ പറയാ സാധനങ്ങൾ തിങ്സും ഇന്ന് അങ്ങനെ ഉണ്ട് അല്ലെ. ഇപ്പൊ ജ്വല്ലറീസ് ഒക്കെ മേക്ക് ചെയ്യാൻ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മേക്ക് ചെയ്തു. ഇവിടെ കിടക്കുന്നത് വേണ്ട, നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്തു തരും. അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽസിൽ അതുപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രോജക്റ്റ് ഒരു ടീം സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ്. അവർക്ക് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ പ്രോജക്റ്റ് എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കി വിച്ച് ഓൾ മെമ്പേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്, ഏതൊക്കെ തരത്തിലുള്ള മെമ്പേഴ്സിനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസിനെയാണ് അവിടെ ആവശ്യം, ആ നീഡ് ആയിട്ടുള്ള സ്കില്ല് നോക്കി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റിംഗ് നടത്താം. അപ്പൊ ഇപ്പൊ ഉദാഹരണം അവർ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, if the topic of the audit is the management of vascular access in patients undergoing hemodialysis. എന്താണ് വാസ്കുലർ ആക്സസ് എന്ന് പറയുന്നത്? അതായത് രക്തക്കുഴലുകളാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഡയാലിസിസ്, ഹീമോഡയാലിസിസ് ഒക്കെ അറിയാലോ അല്ലെ. അശുദ്ധമായിട്ടുള്ള രക്തമൊക്കെ മാറ്റിയിട്ട് പുതിയതൊക്കെ കരുതാം. അപ്പൊ അതിന്റെ വാസ്കുലർ ആക്സസ് ആണ്, രക്തക്കുഴലുകളെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനോ അതിനെ കുറിച്ചുള്ള ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് വിചാരിക്കാം. അത്തരം പേഷ്യൻസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനൊക്കെ ഒരു ഓഡിറ്റ് ആണ് നടത്തുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോ ദേ ഷുഡ് ഇൻക്ലൂഡ് എ ടീം ഓഫ് ഓഡിറ്റിന്റെ ഒരു ടീം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇങ്ങനെ രക്തം എന്താ പറയാ കയറ്റി പുതിയ രക്തങ്ങള് മറ്റേത് കളഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. ചില ആളുകളുടെ കിഡ്നീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് നല്ല ബ്ലഡ് അവർക്ക് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് രക്തക്കുഴലുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ഒക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണത്? നെഫ്രോളജിസ്റ്റ് അല്ലെ. നെഫ്രോളജി എന്താ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസിൽ പഠിച്ചില്ലേ നെഫ്രോളജിസ്റ്റ്. Nephrology department which deals with the kidney and its functions അല്ലെ. കിഡ്നിയുടെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് പ്രത്യേകം എടുത്ത് പഠിച്ച ആളുകളെയാണ്, ഡോക്ടേഴ്സിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ വാസ്കുലർ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാസ്കുലർ സർജൻസിനെ ഉൾപ്പെടുത്താം. പിന്നെ ഡയാലിസിസ് നടത്തുന്ന നഴ്സസും നമുക്ക് ഈ ഓഡിറ്റ് ടീമിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഏത് പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ചിട്ടാണോ ഓഡിറ്റ് നടത്തേണ്ടത് അത്തരം ആളുകളെ, ആ ഒരു പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ ഉൾപ്പെടുത്തി വേണം we have to make the team of ഓഡിറ്റിന്റെ ടീം ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. എന്ത്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ പ്രോജക്ട് ടീം എങ്ങനെയായിരിക്കണം, ഓർഗനൈസേഷൻ കസ്റ്റമൈസ്ഡ് ചെയ്തിരിക്കുന്ന ടീം ആയിരിക്കണം. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ എന്താണെന്നത്? ഒന്ന് വായിച്ചു നോക്കാമോ ഒരു പാരഗ്രാഫ്? ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ആ എക്സാമ്പിളും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, യെസ്. ഇനി അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ചില സ്റ്റെപ്പ്
സ്റ്റെപ്പ് വൈസ് ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സോഴ്സ് അവൈലബിൾ ആണോ എന്നൊക്കെ അറിയണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടീം സെലക്ഷൻസ് ഒക്കെ ഈ ഒരു സ്റ്റെപ്പിൽ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത് നോക്കിയേ, സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓൾസോ ഡെഫിനിഷൻ ഓഫ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ ഓഡിറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിന് എന്താ പറയാ, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്, ഈ 3 കാര്യങ്ങൾ. അപ്പൊ എന്താണ് അത് എന്നാണ് ഇനി അടുത്തതായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറയുന്നത്. എന്താണ് ഇൻഡിക്കേറ്റർ, എന്താണ് ക്രൈറ്റീരിയ, എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു എന്താ പറയാ, ഒരു ഏത് ഓഡിറ്റ് ആണ് നടത്തേണ്ടത്, എന്ത് ഓഡിറ്റിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ്. അപ്പൊ ആ ഇഷ്യൂ ഓഫ് ഓഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു സെറ്റ് ദ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ. മനസ്സിലായ? അങ്ങനെയല്ലേ എല്ലാം. ഒരു ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഒരു ഇത്ര നിലവാരം, ഇതൊരു ടാർഗറ്റ്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന എംപ്ലോയീസ് എന്തെങ്കിലും കാര്യമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്. അപ്പൊ നമ്മളിത് ഒരു 50 യൂണിറ്റ് ഇത്ര വരെ, ഇപ്പൊ എന്താ പറയാ, ഒരു എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ ടൈപ്പിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് പെട്ടെന്ന് പ്രിന്റിംഗ് സെഷനിലേക്കാണ് വിചാരിക്കുക. ഒരു ജോലിക്കാരന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ജോലിക്കാരിയെ ആവശ്യമുണ്ട്. അപ്പൊ പ്രിന്റിംഗ് സെഷനിലേക്കാണ് ആളെ വേണ്ടത്. അങ്ങനെ വന്നപ്പോ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾക്ക് എന്താ പറയാ ജോലിക്കായിട്ട് എടുത്തു. അതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്, ഇത്ര മണിക്കൂറിൽ ഇത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യണം. ആ ഒരു സ്പീഡിങ്, ആ ഒരു കപ്പാസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 2-3 പേർക്ക് 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ഇത്ര മണിക്കൂർ നേരത്തെ ഒരു എന്താ പറയാ ഒരു സമയം കൊടുക്കും. ആ സമയത്തിനുള്ളിൽ അവർ എത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യും. അപ്പൊ ഒരു ടാർഗറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയാ മണിക്കൂറിൽ ഇത്ര വേർഡ്സ്, ഒരു മണിക്കൂർ 1000 വേർഡ്സ് ആണെന്നാണ് വിചാരിച്ചേക്കുന്നത്. ആ 1000 വേർഡ്സ് ഒരു മണിക്കൂറിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ നിയമിക്കാൻ പോകുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പേർക്ക് നമ്മൾ ആ ഒരു ടാസ്ക് ഒരേപോലെയുള്ള കാര്യമാണ് 2 കൂട്ടർക്ക് കൊടുത്തേക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ 2 പേരാണ് അതിന് വേണ്ടി വന്നേക്കുന്നത് തയ്യാറായിട്ട്. ഇതില് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇതിൽ നിന്ന് 2 പേരിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 1000 വേർഡ്സ് ഇൻ അവർ 1 അവറിൽ അവർ ടൈപ്പ് ചെയ്യേണ്ട വേർഡ്സ് ഇതാണ്. നമ്മളുടെ ടാർഗറ്റ് അതാണ്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ചെറിയ എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നവരുണ്ടായിരിക്കാം, എന്നാൽ അറിയാത്തവരും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് അങ്ങനെ ഫിക്സ് ചെയ്തു. അപ്പൊ ആ ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ആ വിതിൻ 1 അവർ കഴിയുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ ചിലപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, 1000 വേർഡ്സ് ടൈപ്പ് ചെയ്ത് അതിന്റെ എബവ് പോയിട്ടുണ്ടാവും. 1 അവർ ആയപ്പോഴേക്കും ചിലപ്പോൾ 1000-നേക്കാൾ കൂടുതൽ വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മറ്റൊരാള് ചിലപ്പോൾ അവർക്ക് ആ ഒരു ടാർഗറ്റിലേക്ക്, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റാത്തതായിരിക്കും. സോ വി ഹാവ് ടു ചൂസ്. ആരെ ചൂസ് ചെയ്യും? കാരണം ടൈപ്പിംഗ്, പ്രിന്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആളുകൾക്ക് തന്നെയായിരിക്കണം നമുക്ക് ജോലിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഓരോന്നിനും ഓരോ കാര്യത്തിലും അങ്ങനെയുണ്ട്. ഓരോ കാര്യത്തിനും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ വി ഹാവ് ടു റീച്ച്, അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു റീച്ച് ദാറ്റ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് വരെയെങ്കിലും എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. മനസ്സിലായോ? സ്റ്റാൻഡേർഡിന്റെ അബവ് ആയിട്ട് പോകാം, കുഴപ്പമില്ല. പക്ഷെ പെർഫെക്റ്റും ആയിരിക്കണം. സ്റ്റാൻഡേർഡിന്റെ അബവ് പോകാം. ഇപ്പൊ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത് വെച്ചതിൽ 1 മണിക്കൂറിനേക്കാൾ മുമ്പ് 1000 കവിഞ്ഞു പോയി. പക്ഷെ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ പലതും പല സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നാലോ? അത് പാടില്ല. അതായത് പെർഫെക്റ്റ് ആയിരിക്കണം. ആൻഡ് വി ഹാവ് ടു റീച്ച് ദ സ്റ്റാൻഡേർഡ് എത്തണം, അല്ലെ? അപ്പൊ അങ്ങനെ നിലവാരമൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പൊ ഒരു ഇഷ്യൂ ഓഫ് ഓഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു കമ്പയർ വിത്ത് ദ ആക്ച്വൽ റിസൾട്ട്. ഈ സ്റ്റാൻഡേർഡിനെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ റിസൾട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഇൻഡിക്കേറ്റർ, സ്റ്റാൻഡേർഡ്, ക്രൈറ്റീരിയ. എന്താണ് ഇൻഡിക്കേറ്റർ, എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ക്രൈറ്റീരിയ എന്ന് കുറച്ച് ഡിഫൈൻ ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ, സയൻസിലൊക്കെ കേട്ടല്ലേ? സൂചകം കേട്ടിട്ടുണ്ടോ? ഇൻഡിക്കേറ്ററിന് എന്ത് സൂചകത്തെ കുറിച്ച് കേട്ടെങ്ങനെ? സയൻസില് എന്ത് കേട്ടത്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കുന്നത് 5-ലോ 6-ലോ ഒക്കെ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇൻഡിക്കേറ്റർ എന്ന്? എവിടെ എന്ത്? pH വാല്യൂ ഓഫ് നമ്മുടെ വാട്ടറിന്റെ pH വാല്യൂ അളക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഉണ്ട് എന്താ പറയാ, ചില സാധനത്തില് ആൽക്കലി ഓർ ആസിഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതില്ലേ
ആൽക്കലി ആണോ, ഇന്നതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആൽക്കലി ആണോ ആസിഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ ലിറ്റ്മസ് പേപ്പേഴ്സിന്റെ കളറൊക്കെ നീല ബ്ലൂ ആകും, അല്ലെ ബ്ലൂ റെഡ് ആകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. അങ്ങനെ അതൊക്കെ നമ്മളവിടെ കേൾക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചു മാത്രം. ഓക്കെ, ഒരു ഓർക്കുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അധികം നമ്മളുടെ ഓർമ്മശക്തി നശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതാണ്, സൂചകം എന്നാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും ഒന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ. അതായത് ആ ഇൻഡിക്കേറ്ററിന്റെ ഒരു മീനിങ്ങും അതൊന്ന് എക്സാമ്പിൾസ് ഒക്കെ ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇവിടെ ഇതൊരു വേരിയബിൾ ആണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിൾ. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മളിപ്പോ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, ഒരു എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒരു ഫിനോമിന അത് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിന്റെ ചേഞ്ചസ്, അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു നേരത്തെ കൂട്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയാ ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു എയിം, നമ്മൾ എയിം ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഇന്ന കാര്യം ലക്ഷ്യം വെച്ചിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചകം, അതാണ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഈ ഓഡിറ്റിങ്ങിലും ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ വേണം. ഇന്ന ഇത് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. ഒരു വീക്കിലി ഒരു സ്ട്രെങ്ത് എടുക്കുകയാണെങ്കിൽ ഒരു വീക്കിലി ഒരു 500 പേഷ്യൻസ് എങ്കിലും നമ്മുടെ കാർഡിയോളജിയിൽ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ആ വിഭാഗത്തില് ഒരുപാട് മെഷീൻസും അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. TMB മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഈ നമ്മുടെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ എക്കോ കാർഡിയോഗ്രാം ഉണ്ട്, അങ്ങനെയുള്ള ECG എടുക്കുന്ന മെഷീൻസ് ഉണ്ട്, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ എന്താ പറയാ അത്രയും പേഷ്യൻസ് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു 500ഓളം പേരെങ്കിലും ഒരു ആവറേജ് കണക്കില് വീക്കിലി വരുന്നുണ്ട്. അപ്പൊ അത്തരം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റുകൾ നടത്തണമോ? അപ്പൊ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഏത് രീതിയിലാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്? അപ്പൊ അതിനുവേണ്ടി ഒരു സൂചകം, ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ പോകുന്ന പേഷ്യൻസിന്റെ കണക്കുകളൊക്കെ എടുത്ത് മറ്റു കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും അവിടെ നിന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വാട്ട് ഓൾ ചേഞ്ചസ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ അതാണ് ഇൻഡിക്കേറ്റർ, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. വേരിയബിൾ ദാറ്റ് ഷോസ് us to describe the complex phenomena and to measure changes in relation to defined criteria in order to guide the decisions and obtaining or maintaining the changes. ഉദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഗൈഡായിട്ടും മറ്റുമൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി എന്താ പറയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വേരിയബിൾ, അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. ഇനി ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുന്നത്, എങ്ങനെ നമുക്ക് അതിനെ സൂചിപ്പിക്കാം? ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ആൻ അബ്സല്യൂട്ട് നമ്പർ ആയിട്ട്, ഇത്ര ഒരു സംഖ്യയായിട്ട് നമുക്ക് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പെർസെന്റേജിൽ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജോ റേറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. മനസ്സിലായി? ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കാനുള്ള പല മാനദണ്ഡങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അബ്സല്യൂട്ട് നമ്പർ ആകാം, പെർസെന്റേജ് ആകാം, റേറ്റ് ആകാം, ആവറേജ് ആകാം. ഓക്കെ, ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തു കേട്ടോ, ഏത് രീതിയിലാണ് ഇൻഡിക്കേറ്റർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ എന്താണെന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇൻഡിക്കേറ്റർ ഓക്കെ.
സെക്കൻഡ് വൺ, അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇഷ്യൂസ് ഒക്കെ എന്താണ്, പ്രോബ്ലം ഒക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ചെയ്യേണ്ടത് അടുത്തത് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്ററും ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡുമാണ്. അപ്പൊ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് ക്രൈറ്റീരിയ ഓർ ക്രൈറ്റീരിയൻ എന്ന് വിളിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഡിഫൈനബിൾ അല്ലെങ്കിൽ ഒരു മെഷറബിൾ ആസ്പെക്ട് ആണ് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ. അവര് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസസ്, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി സർവീസസ്, അത് ആരോഗ്യ സംരക്ഷണമാണ് കൊടുക്കുന്നത്. അത് എത്രത്തോളം ഗുണകരമായിട്ടുള്ള ക്വാളിറ്റി സർവീസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം, അതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയൻ എന്ന് വിളിക്കുക. It is the measurable aspect of health care that describes its quality. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന, നമുക്ക് അളക്കാൻ പറ്റുന്ന, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതും അളക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആസ്പെക്ട്, അതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയൻ എന്ന് വിളിക്കുക. ഓക്കെ, ഒന്ന് അടയാളപ്പെടുത്തിയേക്ക, സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്ക, എന്താണ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഇനി ഈ ഓഡിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരിക്കണം. എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യണം. വെറുതെ തോന്നിയ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ആകാം അസംഷൻസ് ഒന്നും പാടില്ല, വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ ഇന്ന ക്രൈറ്റീരിയ എങ്ങനെയുള്ള ക്വാളിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് ആണ് ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഡെഫിനേഷൻ നമുക്ക് അതിന് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട്, ആ ഒരു റിസൾട്ട് ഇന്ന എന്താ പറയാ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഒരു വിഭാഗം അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ, അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി സർവീസസ്, ഡോക്ടേഴ്സ് കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, നഴ്സസ് പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അവിടെ അവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, അവിടെ മറ്റു തരത്തിലുള്ള എന്താ പറയാ കെയർ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ സർജറി നടത്തുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് എല്ലായിടത്തും നോക്കുമ്പോൾ ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ട്, അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഔട്ട്കം, ആ റിസൾട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് എന്താ പറയേണ്ടത്, നമുക്ക് സൂചിപ്പിക്കേണ്ടത്. അതിനെയാണ് നമുക്ക് ക്രൈറ്റീരിയൻ എന്ന് വിളിക്കാം. അപ്പൊ ഒരു അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, ബൈ ഗുഡ് പ്രാക്ടീസ് ആൻഡ് ഓൾസോ എവിഡൻസ് ബേസ്ഡ് കെയർ ആണ്. എവിഡൻസ് ബേസ്ഡ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു. എങ്ങനെ കെയർ കൊടുക്കണം, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മുൻകാലങ്ങളിൽ പൂർവ്വകാലാടിസ്ഥാനത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഒരു കാര്യത്തിന് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നോക്കി പഠന വിധേയമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ മാറി വരുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ബേസ് ചെയ്ത് പഠിച്ചിട്ടാണ് ആ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മെഷർ ചെയ്ത് അതിന്റെ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിനെയാണ് ക്രൈറ്റീരിയൻ എന്ന് വിളിക്കുക. അത് എക്സ്പ്രസബിൾ ആണ്, മെഷറബിൾ ആണ്, ഹെൽത്ത് കെയർ ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഏത്, ഇൻ എ ക്ലിനിക്കൽ ഡിക്ലറേഷൻ ഓഫ് വാട്ട് ഷുഡ് ഹാപ്പൻ ഓൺ ദ ബേസ് ഓഫ് ഗുഡ് പ്രാക്ടീസ്. നല്ല രീതിയിലുള്ള കെയറിങ്ങും ട്രീറ്റ്മെന്റും പ്രാക്ടീസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് മാറ്റം ഉണ്ടാകും, അത് എവിഡൻസ് ബേസ്ഡ് ആണോ എന്നുള്ളതൊക്കെ ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, തേർഡ് വൺ, സ്റ്റാൻഡേർഡ്. മൂന്ന് കാര്യങ്ങളുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡിക്കേറ്റർ, ക്രൈറ്റീരിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്താ, സ്റ്റാൻഡേർഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ the care which is to be provided to the patient should be according to the standard ഡിഫൈൻഡ്. നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള കെയർ ആയിരിക്കണം കൊടുക്കണ്ടേ. അപ്പൊ ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലാണ്. അത് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു കറക്റ്റ് ഒരു ഡെഫിനറ്റ് നമ്പർ ആകാം, പെർസെന്റേജിലാകാം, ആവറേജിലാകാം, റേറ്റിലാകാം. എന്നാൽ സ്റ്റാൻഡേർഡ് നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പെർസെന്റേജിലാണ്. അപ്പോ അതെന്ന് പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ലോവർ ആയിട്ടുള്ള, വലിയ ഫുൾ പെർസെന്റേജ് ഒന്നും പറയണമെന്നൊന്നുമില്ല, ഒരു ലോവർ
ലിമിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും എന്താ പറയാ ഹൈ സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിലേക്ക് എത്താനായിട്ടൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്രയും 100% ആണ് എപ്പോഴും നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനായിട്ടൊക്കെ പറ്റുന്ന കാര്യമായിരിക്കില്ല ചില കാര്യങ്ങൾക്ക്. അപ്പൊ അതിന് കുറച്ച് ട്രെയിനിങ്ങും മറ്റ് കാര്യങ്ങളും മോട്ടിവേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 100%ലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ജനറലി സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത് ഒരു 80%, ഒരു ലോവർ പെർസെന്റേജ് ആയിട്ടുള്ള 80%. നിങ്ങൾ ഇതാണ് 100% എപ്പോഴും ഓക്കെ, പക്ഷെ ഒരു 80% എത്തുന്നത് വരെയാണെങ്കിൽ അത് കറക്റ്റ് ആണ്. ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു 80% ലെവലിലേക്കെങ്കിലും എത്തുന്നുണ്ടോ, സ്റ്റാൻഡേർഡിന്റെ 80%ലും എത്തുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനൊക്കെ പറ്റുക. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ആദ്യത്തെ സെന്റൻസ് എക്സ്പ്രസ് ആസ് പെർസെന്റേജ് എന്ന് പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ വേറൊരു സെന്റൻസ്, ഇൻ ജനറൽ ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു മീറ്റ് ദ സ്റ്റാൻഡേർഡ് ഇൻ എ ലോവർ പെർസെന്റേജ്, ഫോർ എക്സാമ്പിൾ 80% എന്ന് അണ്ടർലൈൻ ചെയ്യാം. അതായത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, യൂസ് ഓഫ് മാസ്ക് ഡ്യൂറിങ് ഡ്രസ്സിംഗ് ഓഫ് സെൻട്രൽ വീനസ് കത്തീറ്റേഴ്സ്. സെൻട്രൽ വീനസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത് CVC എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അത് ചെയ്യുന്ന സമയത്ത് ഈ സെൻട്രൽ വീനസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ആണ്. അത് എന്താ പറയാ നമ്മളുടെ ബോഡിയിലേക്ക് പലതരത്തിലുള്ള ഫ്ലൂയിഡുകള് അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് എന്താ പറയാ ഡ്രഗ്സ് മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് വെയിനിൽ കൂടി കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബിനെയാണ് നമ്മൾ CVC എന്ന് വിളിക്കുക കേട്ടോ, സെൻട്രൽ വീനസ് കത്തീറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു മീറ്റ് ദ സ്റ്റാൻഡേർഡ്. അതായത് ഒരു ലോവർ പെർസെന്റേജ് 80% ഓഫ് ദ പേഷ്യൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്ക് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് 80% ആളുകളെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അതാണ് ഒരു സ്റ്റാൻഡേർഡ് അവർ പറഞ്ഞേക്കുന്നത് അതിന് വേണ്ടിയിട്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അതൊക്കെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഫ്ലൂയിഡുകളോ അല്ലെങ്കിൽ മരുന്നുകളോ മറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ലീക്ക് എന്തെങ്കിലുമൊക്കെ ആളുകളുടെ എവിടേക്കെങ്കിലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ ചില കണ്ടാമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള രോഗമുള്ള ആളുകളുടെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ രോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട് അവസരം ഒരുക്കും. അപ്പൊ അതില്ലാതിരിക്കാനാണ് മാസ്ക് യൂസ് ചെയ്യുന്നത് പറയാൻ. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് 80% ഒക്കെ പറയുന്നതായിരിക്കും യൂഷ്വൽ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. 100% നമ്മൾ മാക്സിമം യൂസ് പറയുന്നത് അത് എടുക്കണം നിർബന്ധമില്ല, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതാണ് പറയാം. ഓക്കെ, ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേക്കട്ടെ, 80% എന്ന് വരുന്ന സെന്റൻസ്. ഓക്കെ, ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. 3 എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. അതിന്റെ ഇഷ്യൂ പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെയാണോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയൻ ആൻഡ് സ്റ്റാൻഡേർഡ്. അവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ, കുറച്ചധികം പേരൊക്കെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അതിന്റെയൊക്കെ ഹാങ് ഓവറിന്ന് ചിലരൊന്നും പോകുന്നുണ്ടാവില്ല. അതൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ നിർത്താൻ കേട്ടോ. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം എടുക്കാം, നാളെ എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു. താങ്ക് യു.